ഗൈസ്, നമ്മുടെ അനുവിന്റെ പ്ലാച്ചി മോള് പോയി. ഷിയാസ് കളഞ്ഞു. ഷിയാസ് കയറിയപ്പോ തന്നെ വലിയൊരു സിഗ്നേച്ചർ ആണ് ചെയ്തിരിക്കുന്നത്. കണ്ടന്റ് ആണ്, വേറെ ഒന്നും പറയാനില്ല. പുള്ളി ചെയ്തേക്കുന്നത് അത് തന്നെയാണ്. ഇനിയിപ്പം എന്നേക്കുമായിട്ട് സീസൺ 7 അനുവിന്റെ ഡോൾ എടുത്ത് കളഞ്ഞ എന്നുള്ളൊരു സിഗ്നേച്ചർ കിട്ടിയിട്ടുണ്ട്. അത് ഷോ തന്നെയാണ്, കണ്ടന്റ് തന്നെയാണ്. അപ്പൊ ഈ സംഭവത്തിന് എടുത്ത് വലിച്ചെറിഞ്ഞു. അലറി പൊളിച്ച് വാവിട്ട് കരയുന്നുണ്ട് അനു. അപ്പം ഷിയാസ് പറയുന്നുണ്ട്, പേടിക്കണ്ട, നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഡോൾസിനെ വാങ്ങിച്ചു കൊടുക്കാൻ. ഷിയാസിന്റെ സ്വഭാവത്തിന് ഷിയാസ് അത് ചെയ്യും കേട്ടോ. ആള് ഭയങ്കര ശുദ്ധനാണ്. ഇവരെ രണ്ടുപേരും കയറിയിരിക്കുന്നത്, ശോഭയുടെയും ഷിയാസിന്റെയും ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനുവിന്റെ ഗെയിം ഒന്ന് സ്ട്രോങ് ആക്കാൻ തന്നെയാണ്. കാരണം കുറച്ച് കുട്ടിത്തം കൂടുന്ന രീതിയിലും കുറച്ചൊരു സ്ലോ ആയ രീതിയിലും കുറച്ചൊരു കളിമട്ടായ രീതിയിലേക്ക് മാറിക്കഴിയുമ്പോൾ അനു കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അവിടെയുള്ള കണ്ടസ്റ്റന്റ്സിന്റെ കൂടെ തന്നെ പ്ലാച്ചി എന്നുള്ള ഒരു കണ്ടസ്റ്റൻസും കൂടി കയറി കണ്ടസ്റ്റന്റ് ആയിട്ട് വരികയായിരുന്നു. കാരണം അനുവിന്റെ കുറച്ചും കൂടി ഒരു ഇമോഷൻ ആയിരുന്നു അത്. ആള് രാത്രി ആളുടെ പ്ലാച്ചിയുടെ കൂടെ പുതപ്പിച്ച് കിടത്തി. നമ്മുടെ അനീഷ് ചോദിക്കണ്ടായിരുന്നു, കുട്ടിയുടെ 28 കഴിഞ്ഞോ, ഗസ്റ്റ് ഒക്കെ വന്നോ, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ, 56 കടത്താൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആള്. അപ്പം അലറി പൊളിച്ച് കരഞ്ഞ അകത്തോട്ട് പോകുമ്പോ നമ്മുടെ ശോഭ വിശ്വനാഥ് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ ഗെയിം കളിക്കാനല്ലേ വന്നേ, പാവയും വെച്ച് കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. അപ്പോ അങ്ങനെ മതിയോ? അപ്പം നമ്മുടെ ലൈഫിൽ കുറെ വൻ മോട്ടിവേഷൻ, ലൈഫിൽ കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലേ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൻ സംഭവം ആളതിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു ഗെയിം സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ഓക്കെ ആയിട്ട് റിയാലിറ്റിയിലൂടെ വന്നിട്ട് ഈ പാവയെ പിടിച്ച് നടക്കാത്ത രീതിയിലുള്ള ഒരു ഗെയിമായിട്ട് അനുവിന് ചിലപ്പോൾ മാറാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ഷിയാസ് കയറിയപ്പോൾ തന്നെ ഒരു സൈൻ ഇട്ടിട്ടുണ്ട്. ഷോയിൽ കയറിയിട്ട് പുള്ളിയുടെ ഷോ കൊള്ളാം.